5ാം ക്ലാസ്സിലെ കലാവിദ്യാഭ്യാസം ആർട്ട് എഡ്യൂക്കേഷൻ്റെ 1ാമത്തെ യൂണിറ്റും 2ാമത്തെ യൂണിറ്റും അതായത് ഓണപരീക്ഷ വരെയുള്ള പാഠഭാഗങ്ങളിലെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുള്ള ഒരു വീഡിയോ ആണ് ഇത്. തീർച്ചയായിട്ടും പരീക്ഷയെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചോദ്യപേപ്പർ ആയതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇതിൽ തിരഞ്ഞെടുത്ത് ചേർത്തിട്ടുണ്ട്. 1ാമത്തെ ചോദ്യം, ജലത്തിൽ ലയിക്കുന്ന നിറവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ചായങ്ങൾ കൊണ്ടുള്ള ചിത്രരചനയ്ക്ക് പറയുന്ന പേര്. നെയിം ദ പ്രോസസ് ഓഫ് പെയിന്റിംഗ് വിത്ത് പിഗ്മെന്റ്സ് ദാറ്റ് ആർ മിക്സഡ് വിത്ത് വാട്ടർ. ഉത്തരം ജലഛായ ചിത്രരചന, വാട്ടർ കളർ പെയിന്റിംഗ്. 2. ജലത്തിൽ ലയിക്കുന്ന പെയിന്റുകൾ ഏതെല്ലാം? നെയിം അതർ മീഡിയം ഓഫ് പെയിന്റിംഗ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് വാട്ടർ. വാട്ടർ കളർ, പോസ്റ്റർ കളർ, ഗോഷ്. 3ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുകയാണ്. മഞ്ഞയും നീലയും മിക്സ് ചെയ്താൽ ഏത് കളർ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അതുപോലെ റെഡ് പ്ലസ് യെല്ലോ, ഗ്രീൻ പ്ലസ് വൈറ്റ്. അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ ചോദ്യം, ആകാശം വരയ്ക്കുമ്പോൾ അതിൽ മറ്റെന്തൊക്കെ ഉൾപ്പെടുത്താം? വാട്ട് ആൾ ക്യാൻ ബി ആഡഡ് ടു ദ പിക്ചർ ഓഫ് ദ സ്കൈ. ഒരു ആകാശം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ വെറും ആകാശം മാത്രമല്ല, അത് ആകാശമായിട്ട് മാറണമെങ്കിൽ അതിൽ ക്ലൗഡ്സ് വേണം, ബേഡ്സ് പറക്കുന്നത് പോലെ വരയ്ക്കണം. ഇങ്ങനെയെല്ലാം ഉണ്ടായാൽ മാത്രമേ ആകാശമാവുകയുള്ളൂ. അല്ലാതെ ഒരു പ്ലെയിൻ പേപ്പർ വെച്ചാൽ ഇത് ആകാശമാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. ഉത്തരം പക്ഷികൾ, മഴവില്ല്, മേഘങ്ങൾ, ദൂരെ മലകൾ, ബേഡ്സ്, റെയിൻബോ, ക്ലൗഡ്സ് ആൻഡ് ഹിൽസ്. 5ാമത്തെ ചോദ്യം, പ്രാഥമിക വർണ്ണങ്ങൾ എന്നാൽ എന്ത്? വാട്ട് ഈസ് പ്രൈമറി കളേഴ്സ്. കളേഴ്സിനെ അതായത് പെയിന്റിനെ നമ്മൾ പലതരത്തിൽ തിരിച്ചിട്ടുണ്ട്. പ്രാഥമിക വർണ്ണങ്ങൾ, ദ്വിതീയ വർണ്ണങ്ങൾ, തൃതീയ വർണ്ണങ്ങൾ എന്നെല്ലാം. ഉത്തരം നീല, മഞ്ഞ, ചുവപ്പ് എന്നീ വർണ്ണങ്ങളെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നു. എല്ലാ വർണ്ണങ്ങളും നിർമ്മിച്ചെടുക്കുന്നത് ഈ വർണ്ണങ്ങൾ പരസ്പരം ചേർത്തുകൊണ്ടാണ്. എന്നാൽ മറ്റു നിറങ്ങൾ യോജിപ്പിച്ച് പ്രാഥമിക വർണ്ണങ്ങളെ നിർമ്മിക്കുവാൻ കഴിയില്ല. അതായത് ഒരു ബേസ് ആയിട്ടുള്ള കളേഴ്സാണ് ഈ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. പ്രൈമറി കളേഴ്സ് ആർ ബേസിക് കളേഴ്സ് ദാറ്റ് ക്യാൻ ബി മിക്സഡ് ടുഗദർ ടു പ്രൊഡ്യൂസ് അതർ കളേഴ്സ്. ദേ ആർ ബ്ലൂ, റെഡ് ആൻഡ് യെല്ലോ. These colors cannot be created by blending or mixing any other colors. ഈ 3 കളേഴ്സ് നമുക്ക് ഓർത്തിരിക്കാൻ YRB എന്ന് പറഞ്ഞാൽ മതി. യെല്ലോ, റെഡ്, ബ്ലൂ. 6ാമത്തെ ചോദ്യം, ദ്വിതീയ വർണ്ണങ്ങൾ എന്നാൽ എന്ത്? വാട്ട് ഈസ് സെക്കൻഡറി കളേഴ്സ്. പച്ച, വയലറ്റ്, ഓറഞ്ച് എന്നീ നിറങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ. ഏതെങ്കിലും 2 പ്രാഥമിക വർണ്ണങ്ങൾ ചേർത്താണ് ദ്വിതീയ വർണ്ണങ്ങൾ ഉണ്ടാക്കുന്നത്. ഗ്രീൻ, വയലറ്റ്, ഓറഞ്ച് ആർ സെക്കൻഡറി കളേഴ്സ്. Secondary colors are color combinations created by the mixture of 2 primary colors. 2 primary colors ചേർത്താണ് സെക്കൻഡറി കളേഴ്സ് ഉണ്ടാക്കുന്നത്. 7ാമത്തെ ചോദ്യം, ക്ലിന്റിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ക്ലിന്റ്. ഉത്തരം ഇവിടെ പുസ്തകത്തിലുണ്ട്. 8ാമത്തെ ചോദ്യം, തൃതീയ വർണ്ണങ്ങൾ എന്നാൽ എന്ത്? വാട്ട് ഈസ് ടെർഷ്യറി കളേഴ്സ്. ടെർഷ്യറി എന്ന് പറഞ്ഞാൽ 3ാമത്തെ എന്നുള്ള അർത്ഥമാണ്. പ്രാഥമിക, ദ്വിതീയ വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്നവയെ തൃതീയ വർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നു. അതായത് 1ാമത്തത്, 2ാമത്തത്, 3ാമത്തത്. ഇത് 3ാമത്തതാണ്. ദ കോമ്പിനേഷൻ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി കളേഴ്സ് ഈസ് നോൺ ആസ് ടെർഷ്യറി ഓർ ഇന്റർമീഡിയറ്റ് കളേഴ്സ്. 9ാമത്തെ ചോദ്യം, പ്രകൃതിയിലെ എല്ലാ ശബ്ദങ്ങളും സംഗീതാത്മകമാണ്. തെറ്റോ ശരിയോ? All sounds in nature are musical sounds. True or false? ഇവിടെ മ്യൂസിക്കൽ എന്നോ സൂത്തിങ് സൗണ്ട് എന്നോ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ടെസ്റ്റിൽ സൂത്തിങ് സൗണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഉത്തരം ഫാൾസ്, തെറ്റ്. 10ാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ ഇമ്പമുള്ള ശബ്ദത്തിന് ഉദാഹരണം ഏത്? വിച്ച് സൗണ്ട് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സൂത്തിങ് സൗണ്ട്? ആംബുലൻസിൻ്റെ സൈറൻ, ആംബുലൻസ് സൈറൻ. വണ്ടി ബ്രേക്ക് ചവിട്ടുന്ന ശബ്ദം, അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ബ്രേക്ക് ചവിട്ടുന്ന സൗണ്ട്. ബ്രേക്കിംഗ് സൗണ്ട് ഓഫ് എ വെഹിക്കിൾ. പാറയിൽ ചിരട്ട ഉരയ്ക്കുന്ന ശബ്ദം. കോക്കനട്ട് ഷെൽ റബ്ബിംഗ് ഓൺ എ റോക്ക്. കുയിൽ പാടുന്ന ശബ്ദം, കൊയൽ സിംഗിങ് സൗണ്ട്. ഉത്തരം കുയിൽ പാടുന്ന ശബ്ദം, കോയൽ സിംഗിങ് സൗണ്ട്. 11ാമത്തെ ചോദ്യം, ലിഡിയൻ നാദസ്വരം കുറിപ്പെഴുതുക. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ലിഡിയൻ നാദസ്വരം. ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക.
12ാമത്തെ ചോദ്യം, പക്ഷികളുടെയും മൃഗങ്ങളുടെയും രസകരങ്ങളായ ശബ്ദങ്ങൾ കോർത്തിണക്കി ഒരു ലഘു ഗാനം നിർമ്മിക്കുക. റൈറ്റ് എ സോങ് ഇമിറ്റേറ്റിംഗ് ദ സൗണ്ട്സ് ഓഫ് അനിമൽ ഓർ ബേർഡ്. കുയിലിൻ്റെ പാട്ട്. കൂക്കു പാടും കുയിലേ നിൻ പാട്ടുകൾ കേൾക്കാൻ എന്തുരസം, കൂക്കു പാടി ഉണർത്താനായി പുലരിയിലെന്നും നീ വരണേ, കൂക്കു 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 കുക്കു. Baba black sheep, Baba black sheep is my black sheep. Good morning black sheep, good evening black sheep, Baba black sheep. 13ാമത്തെ ചോദ്യം, താളത്തിനൊത്ത് ശരീരത്തെ ചലിപ്പിക്കുന്നതിനെയാണ് ഡാഷ് എന്ന് പറയുന്നത്. The movement of the body in a rhythmic way is ഡാഷ്. നൃത്തം, ഡാൻസ്. 14ാമത്തെ ചോദ്യം, ലോക സംഗീത ദിനം എന്ന്. വെൻ ഈസ് സെലിബ്രേറ്റഡ് വേൾഡ് മ്യൂസിക് ഡേ? ജൂൺ 21, ജൂൺ 21. 15ാമത്തെ ചോദ്യം, പ്രഗത്ഭരായ നർത്തകരുടെ പേരുകൾ. ഫേമസ് ഡാൻസേഴ്സ് ഓഫ് ദ വേൾഡ്. 16ാമത്തെ ചോദ്യം, മൈക്കിൾ ജാക്സൺ ഏത് നൃത്തത്തിൽ പ്രസിദ്ധി നേടിയ കലാകാരനാണ്? മൈക്കിൾ ജാക്സൺസ് സ്റ്റൈൽ ഓഫ് ഡാൻസ് ഈസ് നോൺ ആസ് ഡാഷ്. മൂൺ വാക്ക്. അതായത് കാലിങ്ങനെ ഒഴുകി നീങ്ങുന്നത് പോലെ ചലിപ്പിക്കുന്ന, അതാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അതാണ് മൂൺ വാക്ക് എന്ന് പറയുന്ന ഡാൻസ്. താളത്തിനൊത്ത് ചുവട് വയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? വാട്ട് ആർ ദ ബേസിക്സ് ഓഫ് ഡാൻസ്? ക്രമപ്പെടുത്തിയ താളത്തിനനുസരിച്ച് ശരീരം ചലിപ്പിക്കാനും ചുവട് വയ്ക്കാനും പാടുള്ളൂ. മൂവ് ഫീറ്റ് ആൻഡ് ആംസ് അക്കോർഡിംഗ് ടു ദ റിഥം. 18ാമത്തെ ചോദ്യം, ആനയെ അനുകരിക്കാൻ ശ്രമിച്ചപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് തിങ്സ് വൈൽ ഇമിറ്റേറ്റിംഗ് ആൻ എലഫന്റ്? ആനയുടെ കാല്, നടത്തം, തല, ചെവി എന്നിവയുടെ ചലനം. How the feet and head, face, ears were moved while imitating an elephant. 19ാമത്തെ ചോദ്യം, ഒറ്റയ്ക്ക് ഒരാൾ അഭിനയിക്കുന്ന കലാരൂപങ്ങളാണ് ഡാഷ്. എക്സാമ്പിൾ ഫോർ എ സോളോ പേഴ്സൺ ആക്ടിങ്. നമ്മൾ മോണോ ആക്ട്, മിമിക്രി എന്നൊക്കെ പറയുന്നതും ഇതിൽ വരുന്നതാണ്. ഒറ്റയ്ക്ക് ഒരാൾ അഭിനയിക്കുന്നതാണ്. സോളിലോക്കി, മോണോലോഗ്, അസൈഡ്. 20ാമത്തെ ചോദ്യം, ഏകാഭിനയം എന്നാൽ എന്ത്? വാട്ട് ഈസ് മോണോലോഗ്? ഉത്തരം, കഥാപാത്രം അയാളുടെ ചിന്തകൾ, അഭിപ്രായങ്ങൾ ഉറക്കെ പറയുന്ന, നാടകത്തിൽ സിനിമയിൽ ഉപയോഗിക്കുന്ന സങ്കേതമാണ് ഏകാഭിനയം അഥവാ മോണോലോഗ്. എ ലോങ് സ്പീച്ച് ബൈ വൺ ആക്ടർ ഇൻ എ പ്ലേ ഓർ ഫിലിം. 21, അസൈഡ് എന്നാൽ എന്ത്? വാട്ട് ഈസ് അസൈഡ് ഇൻ എ ഡ്രാമ? ഒരു കഥാപാത്രം കൂടെ നിർത്തിക്കൊണ്ട് മറ്റൊരു കഥാപാത്രം കാണികളോട് പറയുന്ന സംഭാഷണ ഭാഗമാണ് അസൈഡ്. An aside is a short speech from a character that is spoken directly to the audience. ഇപ്പോൾ 2 കഥാപാത്രങ്ങൾ സ്റ്റേജിൽ നിൽക്കുകയാണ്. അതിലൊരു കഥാപാത്രത്തിൻ്റെ മനസ്സിലുള്ള കാര്യം ഓഡിയൻസിനോട് പറയണം. പക്ഷേ അത് സ്റ്റേജിൽ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റ് കഥാപാത്രം മനസ്സിലാക്കാൻ പാടില്ല. അപ്പോൾ അതാണ്, അങ്ങനെ അതൊരു മൈക്ക് അനൗൺസ്മെൻറ്റ് പോലെ ഇങ്ങനെ പറയുന്നതാണ് അസൈഡ് എന്ന് പറയുന്നത്. 22ാമത്തെ ചോദ്യം, സോളിലോക്കി എന്നാൽ എന്ത്? വാട്ട് ഈസ് സോളിലോക്കി? കഥാപാത്രത്തിൻ്റെ സംഘർഷം കാണിക്കാൻ മറ്റു കഥാപാത്രങ്ങളുടെ സാന്നിധ്യത്തിൽ അവർ കേൾക്കുന്നില്ലെന്ന ഭാവത്തിൽ ചെയ്യുന്ന സംഭാഷണങ്ങളാണ് ആത്മഭാഷണം അഥവാ സോളിലോക്കി. An act of speaking one's thoughts aloud by oneself, especially by a character in a play. ഇത് നാടകത്തിലും സിനിമയിലും ഉപയോഗിക്കുന്ന ഒരു. 23ാമത്തെ ചോദ്യം, കുളത്തിൻ്റെ അടിയിലേക്ക് നടത്തിയ സാങ്കല്പിക യാത്രയിൽ നിങ്ങൾ കണ്ട കാഴ്ചകൾ വിവരിക്കുക. റൈറ്റ് ആൻ ഇമാജിനറി ട്രാവലോഗ് ടു അണ്ടർ വാട്ടർ ഓഫ് എ പോണ്ട്. നമ്മൾ കുളത്തിനടിയിലേക്ക് മുങ്ങി അവിടെ പായലിൻ്റെ ഇടയിലൂടെ പോയി മത്സ്യങ്ങളെ കണ്ടു, ആമകളെ കണ്ടു. അങ്ങനെ പോയി കുളത്തിൻ്റെ വളരെ അടിയിൽ ചെന്നു. അവിടെ മുത്തുകളും പവിഴങ്ങളൊക്കെ കിടക്കുന്ന ആ ചെളി നിറഞ്ഞ പ്രദേശത്തേക്ക് പോയി. അങ്ങനെ നമുക്ക് നമ്മളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എഴുതാം. വേണമെങ്കിൽ അവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു, അത് തുറന്ന് ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു, ജലറാണിയുടെ കൊട്ടാരം എന്നൊക്കെ രീതിയിൽ നമുക്ക് എഴുതാം. അത് നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എഴുതി നോക്കുക. 24, ലോകത്ത് ആദ്യമായി ചലച്ചിത്രം പ്രദർശിപ്പിച്ചത് ആര് എന്ന്. ലൂമിയർ ബ്രദേഴ്സ് 1895.
25-ാമത്തെ ചോദ്യം, ഫ്ലിപ്പ് ബുക്ക് നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം: ചിത്രങ്ങളുടെ തുടർച്ച, ചലനാത്മകത, ആശയപൂർണത. കണ്ടിന്യൂറ്റി ഓഫ് ഫ്രെയിംസ്, ആനിമേഷൻ. 26. ഫ്ലിപ്പ് ബുക്ക് എന്നാൽ എന്ത്? വാട്ട് ഈസ് എ ഫ്ലിപ്പ് ബുക്ക്? ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് ക്രമേണ മറിക്കുമ്പോൾ ചലനം ദൃശ്യമാക്കുന്ന ചിത്ര പരമ്പരയുള്ള പുസ്തകമാണ് ഫ്ലിപ്പ് ബുക്ക്. എ ഫ്ലിപ്പ് ബുക്ക് ഈസ് വൺ ദാറ്റ് ഷോസ് മൂവ്മെന്റ് in a picture series when we flip the pages one by one. 27-ാമത്തെ ചോദ്യം, ആദ്യത്തെ സിനിമാ പ്രദർശനത്തിൽ കാണിച്ച ഹ്രസ്വ ചിത്രങ്ങൾ ഏതൊക്കെ? Which were the first movies shown by Lumiere Brothers? ഉത്തരം: വർക്കേഴ്സ് leaving the Lumiere factory, waves that beat against the seashore, parents feeding a child. 28-ാമത്തെ ചോദ്യം, ചിത്രങ്ങൾ ചലിക്കുന്നത് പോലെ അനുഭവപ്പെടാനുള്ള കാരണമെന്ത്? വേ ഡു മൂവീസ് സീം ടു മൂവ്? ഉത്തരം: ചിത്രങ്ങളുടെ തുടർച്ച, ചലനാത്മകത, ആശയപൂർണത, കണ്ടിന്യൂറ്റി, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അത് നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇത്രയുമാണ് 1-ാമത്തെ യൂണിറ്റിലുള്ള ചോദ്യങ്ങൾ. ഇനി 2-ാമത്തെ യൂണിറ്റിലെ ചോദ്യങ്ങൾ നോക്കാം. ലെസൺസ് ഫ്രം ഡൂയിങ്. കരകൗശലം എന്നാൽ എന്ത്? വാട്ട് ഈസ് ഹാൻഡിക്രാഫ്റ്റ്സ്? കലയും കരവേലയും ഒത്തുചേർന്ന് വരുന്ന കലാനിർമ്മിതികൾക്ക് പൊതുവെ പറയുന്ന പേരാണ് കരകൗശലം. ആക്ടിവിറ്റി ഇൻവോൾവിംഗ് ദ മേക്കിംഗ് ഓഫ് ഡെക്കറേറ്റീവ് ഡൊമസ്റ്റിക് ഓർ അതർ ഒബ്ജക്ട്സ് ബൈ ഹാൻഡ്. കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ പറ്റിയ വസ്തുക്കൾ പട്ടികപ്പെടുത്തുക. റൈറ്റ് എ ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഫ്രം വിച്ച് വി ക്യാൻ മേക്ക് ഹാൻഡിക്രാഫ്റ്റ്സ്. കളിമണ്ണ്, ക്ലേ, ചിരട്ട, കോക്കനട്ട് ഷെൽ, പാഴ്വസ്തുക്കൾ, വേസ്റ്റ് മെറ്റീരിയൽസ്, പേപ്പർ, ചെറിയ തടിക്കഷ്ണങ്ങൾ, വുഡൻ പീസസ്, മുള, ബാംബു, കോക്കനട്ട് ഫ്രോൺസ്, തെങ്ങോല, ഈർക്കിൽ, അങ്ങനെയുള്ളതെല്ലാം. ഓല കൊണ്ട് നിർമ്മിക്കാവുന്ന കളിപ്പാട്ടങ്ങൾ ഏതെല്ലാം? വിച്ച് ടോയ്സ് ക്യാൻ വി മേക്ക് വിത്ത് കോക്കനട്ട് ഫ്രോൺസ്? ഓലപ്പന്ത്, കാറ്റാടി, വാച്ച്, കണ്ണട, ഓലത്തത്ത, പീപ്പി, കൊട്ട, കിരീടം, തൊപ്പി, അങ്ങനെ അനവധി വസ്തുക്കളെ നിർമ്മിക്കാം. 32-ാമത്തെ ചോദ്യം, തടി കൊണ്ട് നിർമ്മിച്ച പ്രഹേളികയ്ക്ക് ഉദാഹരണമാണ് ഡാഷ്. ഡാഷ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ പസിൽ മെയ്ഡ് ഓഫ് വുഡ്. ഉത്തരം: എടാകൂടം. ഈ എടാകൂടം പുസ്തകത്തിൽ കാണിച്ച ഒരെണ്ണം മാത്രമല്ല, അതേപോലെ നിരവധി എടാകൂടങ്ങൾ ഉണ്ട്. 33-ാമത്തെ ചോദ്യം, ബോർഡ് ഗെയിമുകൾക്ക് ഉദാഹരണം എഴുതുക. റൈറ്റ് എക്സാമ്പിൾസ് ഫോർ ബോർഡ് ഗെയിം. അതായത് ഒരു ബോർഡിൽ വെച്ച് കളിക്കുന്നതാണ് ബോർഡ് ഗെയിം എന്ന് പറയുന്നത്. ഉത്തരം: ചെസ്, ക്യാരംസ്, പല്ലാങ്കുഴി, പാമ്പും കോണിയും, സ്നേക്ക് ആൻഡ് ലാഡർ, ലൂഡോ. 34. വിച്ച് ഈസ് ദ ബോർഡ് ഗെയിം ദാറ്റ് ഈസ് പ്ലേഡ് വിത്ത് റെഡ് ലക്കി സീഡ്സ്? മഞ്ചാടിക്കുരു ഉപയോഗിച്ച് കളിക്കുന്ന ബോർഡ് ഗെയിം ഏത്? ഉത്തരം: പല്ലാങ്കുഴി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കരകൗശല വസ്തുക്കൾ പട്ടികപ്പെടുത്തുക. ഉത്തരം: മധുബേനി പെയിന്റിംഗ്, ബനാറസ് സാരി. ബനാറസ് സാരിയിലെ ആ കസവൊക്കെ കൈകൊണ്ടാണ് നെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. ജയ്പൂർ പാത്രങ്ങൾ, ആറന്മുള കണ്ണാടി. ഈ ആറന്മുള കണ്ണാടിയും കൈകൊണ്ടാണ്. നമ്മൾ കരകൗശല വസ്തുക്കളൊന്നും ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതിന് നമ്മൾ കരകൗശല വസ്തുക്കൾ എന്ന് പറയുകയില്ല, കൈകൊണ്ട് ഉണ്ടാക്കുന്നതാണ് കരകൗശല വസ്തുക്കൾ. 36. പസിൽ. കളികൾ ഏതൊക്കെ? റൈറ്റ് എക്സാമ്പിൾസ് ഫോർ പസിൽസ്. ഉത്തരം: മാന്ത്രിക ചതുരം, സുഡാക്കോ, ഗണിത പസിലുകൾ, ജിക്സോ പസിൽ, അങ്ങനെ നിരവധി പസിലുകളുണ്ട്. 37. കരകൗശല നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. ഏതെങ്കിലും ഒരു കരകൗശല കേന്ദ്രത്തിൽ നിങ്ങൾ ചെന്നിട്ട് അവിടെ കണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് കുറിപ്പാക്കാനാണ് പറയുന്നത്. കൊട്ടാവട്ടി നിർമ്മിക്കുന്ന സ്ഥലം കണ്ടു. മുള കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. മുളയുടെ തണ്ട് കനം കുറഞ്ഞ നീളത്തിൽ കീറിയെടുക്കും. ഇത് ഉപയോഗിച്ചാണ് മനോഹരമായ കൊട്ടാവട്ടി, മുറം, തൊപ്പി എന്നിവ ഉണ്ടാക്കുന്നത്. നേരിട്ട് വീടുകളിലെത്തി വിൽപ്പന നടത്തുന്നു. 38. വായ്ത്താരി, താരി എന്നാൽ എന്താണ് അർത്ഥം? വാട്ട് ഈസ് മീൻഡ് ബൈ റിഫ്രെയിൻസ്? ഉത്തരം: താളം. 39. വായ്ത്താരികൾ ഉപയോഗിക്കുന്നത് എന്തിന്? വാട്ട് ഈസ് യൂസ് ഓഫ് റിഫ്രെയിൻസ്? ഉത്തരം: ഒത്തൊരുമയുണ്ടാകാൻ, ടു ക്രിയേറ്റ് യൂണിറ്റി, അധ്വാനത്തെ ആസ്വാദ്യകരമാക്കുവാൻ, ടു മേക്ക് എ ഹാർഡ് ടാസ്ക് എൻജോയബിൾ. 40-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വായ്ത്താരികളുടെ സാന്നിധ്യം ഇല്ലാത്തത് ഏത്? വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് വായ്ത്താരി? നാടൻപാട്ട്, വഞ്ചിപ്പാട്ട്, കൃഷിപ്പാട്ട്, അനുഷ്ഠാന പാട്ട്, ബ്രേക്ക് ഡാൻസ്. ഉത്തരം: ബ്രേക്ക് ഡാൻസ്. കുട്ടനാടൻ ശൈലിയിലുള്ള വഞ്ചിപ്പാട്ടുകളിൽ കാണപ്പെടുന്ന വായ്ത്താരി ഏത്? തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ എന്ന വായ്ത്താരി.
42. വായ്ത്താരികളുള്ള പാട്ടുകൾ എഴുതുക. റൈറ്റ് സോങ്സ് ഇൻ വിച്ച് വായ്ത്താരി ആർ ഇൻക്ലൂഡഡ്. വഞ്ചിപ്പാട്ട്, കുത്തിയോട്ടപ്പാട്ട്, കൊയ്ത്തുപാട്ട്, ഞാറ്റുപാട്ട്, നാടൻപാട്ട്. 43. വരിക വരിക എന്ന നാടൻപാട്ട് രചിച്ചതാര്? ഹൂ റോട്ട് വരിക വരിക സോങ്? വെള്ളാട്ട് ചാത്തൻ. വായ്ത്താരികളുള്ള നാടൻപാട്ട്, ഓണപ്പാട്ട് എന്നിവയ്ക്ക് ഉദാഹരണം എഴുതുക. റൈറ്റ് എക്സാമ്പിൾസ് ഫോർ നാടൻപാട്ടു ആൻഡ് ഓണപ്പാട്ടു. നാടൻപാട്ട്. ഒന്നാനാം കൊച്ചുതുമ്പി എൻ്റെ കൂടെ പോരുമോ നീ, നിന്റെ കൂടെ പോന്നാലോ എന്തെല്ലാം. ഓണപ്പാട്ട്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിവുമില്ല. 45. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ. ഈ നാടൻ പാട്ടിലെ വായ്ത്താരി ഏത്? ഉത്തരം കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ, കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം, വരവേൽക്കാനാളു വേണം കൊടി തോരണങ്ങൾ വേണം, വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. ഓ ദിത്തിത്താരാദിത്തിത്തൈ തിത്തൈ തകതോ. 46. ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ. ഈ നാടൻ പാട്ടിലെ വായ്ത്താരി ഏത്? രയ്യരയ്യം രയ്യരയ്യം രയ്യരയ്യരാരയ്യരയ്യം. പ്രാദേശിക നൃത്തരൂപങ്ങൾക്ക് ഉദാഹരണം എഴുതുക. റൈറ്റ് എക്സാമ്പിൾസ് ഫോർ ലോക്കൽ ഫോക്ക് ഡാൻസ് ഫോം. ചവിട്ടുകളി, കമ്പാര നൃത്തം, കുമ്മാട്ടിക്കളി, കോൽക്കളി, ഒപ്പന, മാർഗംകളി, തിരുവാതിരക്കളി. 48. പ്രാദേശിക നൃത്തരൂപങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാം? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ലോക്കൽ ഫോക്ക് ഡാൻസ്? നാട്ടുവഴക്കങ്ങളുടെ, നൃത്ത വഴക്കങ്ങളുടെ ചുവടുകളുണ്ട്. ജീവിത സുഖദുഃഖങ്ങളുടെ വൈകാരിക തുളുമ്പുന്ന പാട്ടുകളുണ്ട്. അനുഷ്ഠാനങ്ങളുണ്ട്. അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ആചാരങ്ങളാണ്. അമ്പലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും അല്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവയാണ് അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത്. അതെല്ലാ വർഷവും ഒരു നിശ്ചിത ഡേയിൽ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നത് പോലെ അത് വരും. തൊഴിലുകളുണ്ട്. നാട്ടിലെ വ്യത്യസ്ത സാംസ്കാരിക സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു. സോങ്സ് റിലേറ്റഡ് ടു ദ ഡെയിലി ലൈഫ്, റിലേറ്റഡ് ടു ദ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്, റിലേറ്റഡ് ടു ഒക്യുപ്പേഷൻ, റിലേറ്റഡ് ടു ദ സൊസൈറ്റി. 49. പ്രാദേശിക നൃത്തരൂപം എന്നാൽ എന്ത്? വാട്ട് ഈസ് ലോക്കൽ ഡാൻസ് ഫോം? അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുസ്തകത്തിലെ 31-ാം പേജിലുള്ളതാണ്. 50. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെ നൃത്തരൂപങ്ങൾ പട്ടികപ്പെടുത്തുക. മേക്ക് എ ലിസ്റ്റ് ഓഫ് ഡാൻസ് ഫോംസ് ഇൻ കേരള. കേരളത്തിലെ മിക്കവാറും ജില്ലകളിലൊക്കെ പലതരത്തിലുള്ള ഡാൻസ് ഫോംസ് ഉണ്ട്. ഞാനിവിടെ 2-3 എണ്ണം എഴുതിയിട്ടുണ്ട്. കുമ്മാട്ടിക്കളി തൃശ്ശൂർ, പാലക്കാട്, വയനാട്. പുലിക്കളി തൃശ്ശൂർ, തെയ്യം കണ്ണൂർ. 51. ചവിട്ടുകളിയുടെ പാട്ട്, ചുവടുകൾ, താളം, വേഷം എന്നിവ വിവരിക്കുക. ഡിസ്ക്രൈബ് ഡാൻസ് ഫോം ഓഫ് ചവിട്ടുകളി. മുണ്ടുമടക്കി കുത്തി തലയിൽ തോർത്തുകൊണ്ട് ഒരു കെട്ട് കെട്ടിയാൽ വേഷവിധാനമായി. 1 മണിക്കൂറോളം കലാപ്രകടനം നീണ്ടു നിൽക്കും. കൃഷിയും കൂലിപ്പണിയുമാണ് ഇതിലെ കലാകാരന്മാരുടെ തൊഴിൽ. കളിക്കാർ വട്ടത്തിൽ നിന്നാൽ സംഘനേതാവ് ഒരു പാട്ടിൻ്റെ വരികൾ ആലപിക്കും. മറ്റുള്ളവർ അത് ഏറ്റുപാടും. 2 പ്രാവശ്യം പാടി വട്ടത്തിൽ കയ്യാങ്കിത്തോടെ നൃത്തം ചവിട്ടും. വാദ്യാപകർ. കമ്പാര നൃത്തം. ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ കമ്പാര നൃത്തം. ഈ കമ്പാര നൃത്തത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളുടെ പേര് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. തുടി, കുഴൽ. അത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പേജ് 30-ലുള്ള ചോദ്യം നോക്കാം. ചിത്രങ്ങളിൽ കൊടുത്തിരിക്കുന്ന നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താമോ? ഉത്തരം തിരുവാതിരക്കളി, ഒപ്പന, മാർഗംകളി. കോൽക്കളി. ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കോൽക്കളി. ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും 3 സംസ്ഥാനങ്ങളിലെ പ്രാദേശിക നൃത്തരൂപങ്ങൾ എഴുതുക. ലോക്കൽ ഫോക്ക് ഡാൻസ് ഫോം ഓഫ് എനി 3 ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ആന്ധ്രാപ്രദേശ് കോലാട്ടം, വിലാസിനി നാട്യം, ദിംസ. കർണാടക കൃഷ്ണ പാരിജാത. 56-ാമത്തെ ചോദ്യം. കുമ്മാട്ടിക്കളിയിൽ ദേഹത്തെ വെച്ച് കെട്ടുന്ന പുല്ലിൻ്റെ പേര്. നെയിം ദ ഗ്രാസ് യൂസ്ഡ് ഇൻ കുമ്മാട്ടിക്കളി.
പർപ്പടകപ്പുല്ല്, വാഴയിലയും പർപ്പടകപ്പുല്ലുമാണ് അവർ വെച്ച് കെട്ടുന്നത്. ഇത് രാവിലെ പുലർച്ചയ്ക്ക് കെട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രി വരെ ഇത് ദേഹത്തിരിക്കും. ഈ പർപ്പടകപ്പുല്ലല്ലാതെ മറ്റെന്ത് പുല്ല് കെട്ടിയാലും നമ്മുടെ ശരീരം ചൊറിഞ്ഞ് ആകെ അലർജി വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഔഷധ ഗുണമുള്ളതായതുകൊണ്ടാണ് പർപ്പടകപ്പുല്ല് ഇത്രയധികം സമയം വെച്ച് കെട്ടിയാലും ഒരു കുഴപ്പവും വരാത്തത്. 57ാമത്തെ ചോദ്യം, കുമ്മാട്ടിക്കളിയുടെ വേഷങ്ങൾ അതായത് കഥാപാത്രങ്ങളാണ് ഏതെല്ലാം? നെയിം ദ ക്യാരക്ടേഴ്സ് ഓഫ് കുമ്മാട്ടിക്കളി. ഉത്തരം: ശിവൻ, ഹനുമാൻ, സുഗ്രീവൻ, ബാലി, അപ്പൂപ്പൻ, അമ്മൂമ്മ, കാട്ടാളൻ, കാലൻ, ഗരുഡൻ, ഗണപതി, കാളി, തെയ്യം, ശ്രീകൃഷ്ണൻ, ബ്രഹ്മാവ്, തള്ള എന്നിങ്ങനെയാണ് പ്രധാന വേഷങ്ങൾ. കുമ്മാട്ടിക്കളിയുമായി ബന്ധപ്പെട്ട ഒരു കുമ്മാട്ടിപ്പാട്ട് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. കുമ്മാട്ടിപ്പാട്ടിലെ വായ്ത്താരി ഏത്? വാട്ട് ഈസ് ദ വായ്ത്താരി ഓഫ് കുമ്മാട്ടിപ്പാട്ടു? കുമ്മാട്ടിപ്പാട്ടിൻ്റെ വായ്ത്താരി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൽക്കളിയിലെ വ്യത്യസ്ത അവതരണ ശൈലികൾ ഏതെല്ലാം? വിച്ച് ആർ ദ മെയിൻ വേരിയൻസ് ഓഫ് കോൽക്കളി? ഈ ഉത്തരത്തിൻ്റെ അടിഭാഗത്ത് കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ ഉത്തരം. കാർഷികോത്സവത്തിൻ്റെ ഭാഗമായി മറ്റു സംസ്ഥാനങ്ങളിൽ അവതരിപ്പിക്കുന്ന നൃത്തങ്ങൾ ഏതെല്ലാം? ഉത്തരം: പഞ്ചാബ് മേഖലയിലെ ഒരു കാർഷിക ഉത്സവമാണ് വൈശാഖി. കേരളം, തമിഴ്നാട് തിരുവാതിര. കേരളം കാളയോട്ട മത്സരമായ മരമടി. ഇപ്പോൾ അതൊക്കെ നിന്നുപോയി, നെൽകൃഷി ഇല്ലാത്തത് കൊണ്ടാണ് അതില്ലാത്തത്. കേരളം ഓണം, വിഷു. 61ാമത്തെ ചോദ്യം, ആധുനിക മലയാള നാടകവേദിക്ക് വഴിതെളിച്ച് നാടക കളരി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര്? ഹു എസ്റ്റാബ്ലിഷ്ഡ് നാടക കളരി മൂവ്മെൻറ്റ്? ഉത്തരം: ജി ശങ്കരപിള്ള. അഭിനേതാക്കൾ നിശ്ചലരായി നിന്നുകൊണ്ട് അഭിനയിക്കുന്ന നാടക കലാരൂപം ഏത്? നെയിം ദ ഡ്രമാറ്റിക് ആർട്ട് ഫോം ഇൻ വിച്ച് ആക്ടേഴ്സ് പെർഫോം ബൈ സ്റ്റാൻഡ് സ്റ്റിൽ. ഉത്തരം: ടാബ്ലോ. 63. സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപക ഡയറക്ടർ ആര്? ഹു വാസ് ദ ഫൗണ്ടിംഗ് ഡയറക്ടർ ഓഫ് സ്കൂൾ ഓഫ് ഡ്രാമ? ജി ശങ്കരപിള്ള. 64ാമത്തെ ചോദ്യം, 1964 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നാടകകൃതി ഏത്? വിച്ച് ഡ്രാമ ഗോട്ട് 1964 സാഹിത്യ അക്കാദമി അവാർഡ്? റെയിൽ പാളങ്ങൾ. 65. ജി ശങ്കരപിള്ളയ്ക്ക് നാടകത്തിനുള്ള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച വർഷം ഏത്? വെൻ ഡിഡ് ജി ശങ്കരപിള്ള വാസ് അവാർഡഡ് ബൈ ദ സംഗീത നാടക അക്കാദമി? 1979. 66. കേരള യൂണിവേഴ്സിറ്റിയിലെ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ് സ്ഥാപക ഡയറക്ടർ ആര്? ഉത്തരം: വയലാ വാസുദേവൻ പിള്ള. 67. കുട്ടികളുടെ നാടക വാരമായി നിശ്ചയിച്ചിരിക്കുന്ന ദിവസം ഏത്? വിച്ച് ഡേറ്റ് ഈസ് ഒബ്സർവ്ഡ് ആസ് ഡ്രാമ വീക്ക് ഓഫ് ചിൽഡ്രൻ? ജനുവരി 1 മുതൽ 7 വരെ. നമ്മളുടെ സ്കൂളിലൊക്കെ വായന വാരം മാത്രമേ ആഘോഷിക്കാറുള്ളൂ. നാടകത്തിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇത് പേജ് 36 68ാമത്തെ ചോദ്യം, സോനു കണ്ട മഴവില്ല് കഥ സിനിമയാക്കുമ്പോൾ അതിലെ പ്രധാന സംഭവങ്ങൾ ഏതൊക്കെയായിരിക്കണം? Sonu sees the rainbow from the hillside. Write down the important events of the story. മഴ തോർന്ന സമയം. The rain has just stopped drizzling. മേഘങ്ങൾക്കിടയിൽ സൂര്യൻ. The sun is visible through the clouds. നനഞ്ഞു നിൽക്കുന്ന മരങ്ങളും ചെടികളും. Wet trees and plants. ആകാശത്ത് പാറി പറക്കുന്ന പക്ഷികൾ. Birds in the sky. കുന്നിൻ ചെരുവിൽ കാണുന്ന മഴവില്ലിൻ്റെ ദൃശ്യം. The sight of the rainbow from the hillside. സന്തോഷം നിറയുന്ന മുഖം. ഹാപ്പി ഫേസ് ഓഫ് ദ ബോയ്. 69ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സ്റ്റോറി ബോർഡ് മനസ്സിലാക്കി അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന കഥ എഴുതുക. റൈറ്റ് ഡൗൺ ദ സ്റ്റോറി ഫ്രം ദ ഗിവൺ സ്റ്റോറി ബോർഡ്. ഉത്തരം: കാൽപന്ത് ആഞ്ഞു തട്ടുന്ന കുട്ടി പന്ത് അകലേക്ക് തെറിച്ചു പോയി ഒരു മരത്തിൽ മുകളിൽ തടഞ്ഞിരിക്കുന്നു. കുട്ടി മരം കുലുക്കി പന്ത് താഴെയിടാൻ ശ്രമിക്കുന്നു. സഹായിക്കാൻ അടുത്തേക്ക് വരുന്ന 2 കുട്ടികൾ. എല്ലാവരും ചേർന്ന് മരം കുലുക്കുന്നു. മരത്തിൽ നിന്ന് പന്ത് താഴേക്ക് വീഴുന്നു. ഇതൊരു ചെറിയ കഥ പോലെ വേണമെങ്കിൽ നമുക്ക് എഴുതിയുണ്ടാക്കാം. 70ാമത്തെ ചോദ്യം, സൂമിംഗ് എന്നാൽ എന്താ? വാട്ട് ഈസ് സൂമിംഗ്? ക്യാമറ മുന്നോട്ടോ പിന്നോട്ടോ നീക്കാതെ ലെൻസ് ഉപയോഗിച്ച് വിദൂരതയിലുള്ള ഒരു വസ്തുവിനെ സമീപ ദൃശ്യമായി കാണിക്കുന്നതിനെയാണ് സൂമിംഗ് എന്ന് പറയുന്നത്.
Zooming is the technique of showing a distant object in a closer view using the lens without moving the camera. ഇത് ക്യാമറ ചലിപ്പിക്കാതെ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാമറകളിലാണ് സൂമിങ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ സൂമിങ് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ കാരണം അതിൻ്റെ ലെൻസ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി മൊബൈലിൽ നമുക്ക് സൂം ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ ആ മൊബൈൽ ആ ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് നീക്കിക്കൊണ്ടുവരണം. അതായത് ക്യാമറ ആ വസ്തുവിൻ്റെ അടുത്തേക്ക് നീക്കുകയോ അല്ലെങ്കിൽ പിന്നിലേക്ക് നീക്കുകയോ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കത് സൂമിങ്ങോ സൂം ഔട്ടോ ആയിട്ട് കിട്ടുകയുള്ളൂ. താഴെ കൊടുത്ത ചിത്രങ്ങളിൽ സൂമിങ്ങിന് ഉദാഹരണമായിട്ടുള്ളത് ഏത്? വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് ഫോട്ടോഗ്രാഫ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സൂമിങ്? അവിടെ എ ബി എന്ന 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. ഉത്തരം ബി. 72. സ്റ്റോറി ബോർഡ് എന്നാൽ എന്ത്? വാട്ട് ഈസ് സ്റ്റോറി ബോർഡ്? ഒരു സിനിമയുടെ തുടർച്ചയായ രംഗങ്ങൾ ചിത്രം വരച്ച് തയ്യാറാക്കിയതിനെയാണ് സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത്. എ സ്റ്റോറി ബോർഡ് ഈസ് എ സീരീസ് ഓഫ് പിക്ചേഴ്സ് ദാറ്റ് ആർ ഡ്രോൺ ആസ് പാർട്ട് ഓഫ് ദ ഷൂട്ടിംഗ് ഓഫ് എ മൂവി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിശ്ചല ദൃശ്യത്തിന് ഉദാഹരണം ഏത്? വിച്ച് വൺ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ടാബ്ലോ? ടാബ്ലോ ആയിട്ട് പരിഗണിക്കാവുന്ന ഒരു ഫോട്ടോ അതിലുണ്ട്. അതേതാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഇതാണ്. ബാക്കി 2 ഓരോ ഒബ്ജക്റ്റുകളുടെ ഫോട്ടോയാണ്. അതിൽ മനുഷ്യരൊന്നുമില്ല. മനുഷ്യർ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഒരു ഇതിനെയാണ് ടാബ്ലോ എന്ന് പറയുന്നത്. 74. കാവാലം രംഭ ആരായിരുന്നു? ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. ബലൂണിലെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വായ്ത്താരി ഉണ്ടാക്കുക. ക്രിയേറ്റ് വായ്ത്താരി യൂസിങ് ദ ലെറ്റേഴ്സ് ഇൻ ദ ബലൂൺ. ഉത്തരം തകതോം തകതോം ദിൻ തകതോം 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 ദിൻ തകതോം. ഓക്കെ, ഇത്രയുമാണ് 5ാം ക്ലാസ്സിലെ ആർട്ട് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഓണപരീക്ഷ വരെയുള്ള ഭാഗങ്ങളുടെ ചോദ്യോത്തരങ്ങൾ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.